കൊടുവള്ളി മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് വിജയം ഹൈക്കോടതി റദ്ദാക്കിയതിന് പിന്നാലെ താൻ ആരെയും വ്യക്തിഹത്യ ചെയ്തിട്ടില്ലെന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥി കാരാട്ട് റസാഖ്. പരാതി രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമെന്നും അദ്ദേഹം പ്രതികരിച്ചു. തിരഞ്ഞെടുപ്പ് ജയം ഹൈക്കോടതി റദ്ദാക്കിയതിന് പിന്നാലെ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കൊടുവള്ളി MLA കാരാട്ട് റസാഖിന്റെ വിജയം ഹൈക്കോടതി റദ്ദാക്കിയ വിധിക്ക് താൽക്കാലിക സ്റ്റേ. വിധി നടപ്പാക്കുന്നത് 30 ദിവസത്തേക്കാണ് തടഞ്ഞിരിക്കുന്നത്. സുപ്രീം കോടതിയെ സമീപിക്കാൻ സാവകാശം നൽകുന്നതിനാണ് ഇത്. സുപ്രീം കോടതിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള സമയം അനുവദിച്ചതിൽ സന്തോഷമുണ്ട്. കൊടുവള്ളി നിയോജക മണ്ഡലത്തിലെ ജനവിധി തനിക്ക് അനുകൂലമായിരുന്നു. രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായുള്ള ഒരു പരാതിയും പ്രവർത്തനവുമാണ് നടന്നത്. അത് സംബന്ധിച്ച വ്യക്തമായ കാര്യങ്ങൾ സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയുമെന്നും കാരാട്ട് റസാഖ് പറഞ്ഞു. മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചാണ് കാരാട്ട് റസാഖ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. എതിർ സ്ഥാനാർത്ഥി ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി MA റസാഖിനെ 573 വോട്ടിനാണ് കാരാട്ട് റസാഖ് തോൽപ്പിച്ചത്. എന്നാൽ എതിർ സ്ഥാനാർത്ഥിയായ മുസ്ലിം ലീഗിലെ MA റസാഖിനെ വിജയിയായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചില്ല. ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്ത മുസ്ലിം ലീഗ് ഇത്തരമൊരു വിധി പ്രതീക്ഷിച്ചതാണെന്നും കൂട്ടിച്ചേർത്തു. അതേസമയം ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്ത മുസ്ലിം ലീഗ് ഇത്തരമൊരു വിധി പ്രതീക്ഷിച്ചതാണെന്നും കൂട്ടിച്ചേർത്തു. MA റസാഖിനെ വ്യക്തിപരമായ തേജോവധം ചെയ്ത് സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ലഭ്യമാണ്. സുപ്രീം കോടതിയിൽ പോകാനുള്ള അവകാശം അവർക്കുണ്ടെന്നും പ്രതിപക്ഷ ഉപനേതാവ് MK മുനീർ. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വർഗീയ പ്രചരണം നടത്തിയെന്ന കേസിൽ ഉൾപ്പെട്ട അഴീക്കോട് MLA KM ഷാജി നിയമസഭയിൽ വരുന്നത് ശരിയല്ലെന്നും സ്പീക്കർ പറഞ്ഞു. ഈ വിഷയത്തിലെ സ്പീക്കറുടെ അഭിപ്രായം അറിയാൻ ആഗ്രഹിക്കുന്നതായും MK മുനീർ പറഞ്ഞു. MK റസാഖ് വാർഡ് മെമ്പർ ആയിരിക്കുമ്പോൾ ഉപഭോക്താവിന്റെ 20,000-ഓളം തുക തട്ടിയെടുത്തു എന്നൊരു കേസ് ഉണ്ടായിരുന്നു. ആ കേസ് പിന്നീട് ഒത്തുതീർപ്പാക്കുകയും റസാഖ് കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ഉപഭോക്താവിനെ വീണ്ടും സമീപിക്കുകയും ഉപഭോക്താവിന്റെ വീഡിയോ ഉപയോഗിച്ച് മണ്ഡലത്തിലുടനീളം കള്ളം പ്രചരിപ്പിക്കുകയും ചെയ്തു. അടിസ്ഥാനരഹിതമായ കാര്യം ചൂണ്ടിക്കാട്ടിയാണ് എതിർ സ്ഥാനാർത്ഥിക്ക് നേരെ വ്യക്തിഹത്യ നടത്തിയത്. കൊടുവള്ളി പഞ്ചായത്തിലെ വാർഡ് മെമ്പറായിരുന്ന MK റസാഖ് ഒരു ഉപഭോക്താവിന്റെ തുക തട്ടിയെടുത്തെന്ന പേരിൽ പ്രചരിച്ച വീഡിയോയ്ക്കെതിരെയാണ് മണ്ഡലത്തിലെ 2 വോട്ടർമാർ ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ ഇത്തരമൊരു വീഡിയോ തങ്ങൾ പ്രചരിപ്പിച്ചിട്ടില്ലെന്നാണ് കാരാട്ട് റസാഖിന്റെ അഭിഭാഷകൻ വാദിച്ചത്. പക്ഷേ കാരാട്ട് റസാഖിന്റെ പ്രചാരണ വാഹനം ഉപയോഗിച്ച് വീഡിയോ പ്രചരിപ്പിച്ച ദൃശ്യങ്ങൾ തെളിവായി ഹർജിക്കാർ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. തുടർന്നാണ് ജനപ്രാതിനിധ്യ നിയമത്തിലെ ലംഘനമെന്ന് ചൂണ്ടിക്കാട്ടി തിരഞ്ഞെടുപ്പ് റദ്ദാക്കിയത്. എതിർകക്ഷികൾ വീഡിയോ നിർമ്മിച്ച് പ്രചരിപ്പിച്ചതായും തിരഞ്ഞെടുപ്പ് കണക്കിൽ വീഡിയോ നിർമ്മിച്ചത് കാണിച്ചിട്ടില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. വിഷയം തിരഞ്ഞെടുപ്പ് അഴിമതിയായി കണക്കാക്കുമെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.